സൂറത്തു അൻആമിലെ 128-ാമത്തെ ആയത്ത് കോഴിച്ചനയിലെ സംവാദത്തിൽ വെച്ച് മുജാഹിദ് പണ്ഡിതനായ അബ്ദുൽ നാസിർ സുലമി ചോദിച്ചു, അല്ല എന്താണ് നിങ്ങൾ ജിന്നുകളോടുള്ള സഹായതേട്ടം ശിർക്കിലേക്കുള്ള വഴിയാണ്, വസീലത്തിനുള്ള ശിർക്കാണ് എന്നതിന് നിങ്ങൾ പറയുന്ന തെളിവെന്ത്? ആയത്തോതി എന്താ ആയത്ത്? വയൗമ യഹ്ശുറുഹും ജമീഅ യാ മഅ്ശറൽ ജിന്നി ഖദ് ഇസ്തക്സർതും മിനൽ ഇൻസ് وقال أولياؤهم من الإنس ربنا استمتع بعضنا ببعض وبلغنا أجلنا الذي أجلت لنا قال النار مثواكم خالدين فيها إلا ما شاء الله إن ربك حكيم عليم. إذا فيصل മുസ്ലിയാർ ഓതിയ ആയത്ത്, ഈ ആയത്ത് വ്യാഖ്യാനിച്ചുകൊണ്ട് ലോകത്ത് ഏതെങ്കിലും ഒരു മുഫസ്സിർ, അതാ മനഹജ് സലഫ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു മൊയ്ലിയാർ പറഞ്ഞാൽ പോരാ, ഏതെങ്കിലും ഒരു പണ്ഡിതൻ പറഞ്ഞാൽ പോരാ, പിന്നെയോ ഈ സലഫുകളുടെ വ്യാഖ്യാനത്തിൽ റസൂലിൽ നിന്ന് കേട്ട് സ്വഹാബത്ത് മനസ്സിലാക്കിയ, അവരിൽ നിന്ന് കേട്ട് താബിഈകൾ മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ഈ ആയത്ത് വിശദീകരിച്ച് ലോകത്ത് ഏതെങ്കിലും ഒരു പ്രാമാണികനായ മുഫസ്സിർ ഇത് ജിന്നിനോടുള്ള സഹായതട്ടം ശിർക്കിലേക്കുള്ള വഴിയാണ്, ശിർക്കിലേക്കുള്ള വസീലയാണ് എന്നതിനുള്ള വ്യാഖ്യാനമായി എഴുതിയിട്ടുണ്ടോ? ഇല്ല. ഖുർത്തുബി വായിച്ചു അവിടെ. എന്നിട്ട് എന്താ പറഞ്ഞത്? ആ ജിന്നിനോടുള്ള ഇസ്തിംതാഴ്പ്പെട്ടതാണ് മദ്യപാനത്തിന് പ്രേരിപ്പിക്കൽ, അതേപോലെ വ്യഭിചരിക്കൽ, അതേപോലെ തിന്മകൾ ചെയ്യൽ. ഇതൊന്നും ശിർക്കല്ലല്ലോ. എന്താ വിഷയം? ഇസ്തിംതാഴ്, പരസ്പരം സുഖമെടുക്കുക എന്നത് എല്ലാം ശിർക്കാണ് എന്നല്ല മുജാഹിദികൾ പറഞ്ഞത്. മറിച്ച് ആ ഇസ്തിംതായിൽ പെട്ടതാണ് ജിന്നിനോടുള്ള സഹായതേട്ടം. ഈ ജിന്നിന്റെ പ്രേരണയ്ക്ക് വിധേയരായി ചെയ്യുന്ന ഒരുപാട് തിന്മകളുണ്ട്. മദ്യപാനം അതിൽപ്പെട്ടതാണ്, വ്യഭിചാരം അതിൽപ്പെട്ടതാണ്, കളവ് പറയാൻ അതിൽപ്പെട്ടതാണ്. ഇതൊന്നും ശിർക്കല്ല. എന്നാൽ ഈ ജിന്നിന്റെ പ്രേരണയ്ക്ക്, ഈ പിശാചിന്റെ പ്രേരണയ്ക്ക് വിധേയമായി ചെയ്യുന്ന പിശാചുക്കളോടുള്ള സഹായതേട്ടം അത് ശിർക്കാണ്. ലോകത്ത് ഏത് പണ്ഡിതനാ അങ്ങനെ ജിന്നിനോടുള്ള സഹായതേട്ടം ശിർക്കല്ല എന്ന് പറഞ്ഞത്? ജിന്നിനോടുള്ള സഹായതേട്ടം ശിർക്കല്ല, ആ ഇസ്തിംതാഴ് ശിർക്കല്ല എന്ന് ലോകത്ത് ഏതെങ്കിലും പണ്ഡിതന്മാര് പറഞ്ഞോ? ഇപ്പോ ഫൈസൽ മുസ്ലിയാർ പ്രസംഗിച്ച് നടക്കുന്നത് പറഞ്ഞിട്ടുണ്ട്. ആരാ എന്നെ ഇത് പഠിപ്പിച്ചെന്നറിയോ? കായക്കൊടിയാണ് എന്നെ ഇത് പഠിപ്പിച്ചത്. ഞാനും കായക്കൊടിയും കൂടി അവതരിപ്പിച്ച പ്രബന്ധത്തിൽ അത് ശിർക്കല്ല എന്നതിന് തെളിവായി ഈ ആയത്ത് ഞങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട് എന്നാ. നോക്കണം നിങ്ങൾ, ഒരു മുസ്ലിയാര് തരം താഴുന്ന അവസ്ഥ. ഞാൻ വ്യാഖ്യാനിച്ചു ഇപ്പോൾ പറയണത് യഥാർത്ഥ ജംഇയ്യത്തുൽ ഉലമയിൽ ആ ആയത്ത് വെച്ച് ഈ ഇസ്തിആനത്തെ രണ്ടാക്കി വിഭജിച്ച് പ്രബന്ധം തയ്യാറാക്കി കൊടുത്തത് യഥാർത്ഥത്തിൽ ഹനീഫ് കായക്കൂടിയായിരുന്നു. ഹനീഫ് കായക്കൂടിന്റെ അദ്ദേഹമാണ് എഴുതിയത്, അദ്ദേഹമാണ് ടൈപ്പ് ചെയ്തത്, അദ്ദേഹമാണ് ആയത്ത് പ്രബന്ധത്തിന് കൊടുത്തത്, അദ്ദേഹമാണ് ആ കിതാബിനെ കോട്ട് ചെയ്തത്. അദ്ദേഹം തയ്യാറാക്കി ഞാൻ കൊണ്ടുപോയി വായിച്ചു ജംഇയ്യത്തുൽ ഉലമയുടെ മുമ്പിൽ. അവസാനം പുറത്തു വന്നപ്പോ കേസ് എനിക്കായി പോയി. ഇതാണ് ഞങ്ങൾ അവതരിപ്പിച്ച പ്രബന്ധം. ഈ പ്രബന്ധത്തിൽ രണ്ടിടങ്ങളിലാണ് ആ ആയത്ത് തെളിവുദ്ധരിക്കുന്നത്. ആ ആയത്ത് ഉദ്ധരിക്കുന്നത് ആരാണ്? ഞങ്ങളുടെ വകയായി എഴുതിയതല്ല. ഒന്നാമത് ഉദ്ധരിക്കുന്നത് ഈ പ്രബന്ധത്തിന്റെ 4-ാമത്തെ പേജിൽ ജിന്നുകളോട് സഹായം തേടുന്നതിനെ കുറിച്ചുള്ള ചോദ്യത്തിന് ലജ്നത്തു ദായിമ നൽകുന്ന മറുപടി ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ലജ്ന ദായിമയുടെ ഒരു ഫത്വ, ആ ഫത്വയിലാണ് ഈ ആയത്ത് വരുന്നത്. എന്തിനാ അവരിത് തെളിവുദ്ധരിക്കുന്നത്? അൽ-ഇസ്തിആനതു ബിൽ ജിന്നി വൽ-ലുജൂ ഇലൈഹിം ഫീ ഖളാഇൽ ഹാജാതി മിനൽ ഇഗ്റാരി ബി അഹദിൻ ഔ നഫ്ഇഹി ശിർകുൻ ഫിൽ ഇബാദ. ജിന്നിനോടുള്ള സഹായതേട്ടം, അതേപോലെ ജിന്നിലേക്ക് അഭയം തേടൽ. എന്തിന്? ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി. ഒന്നുകിൽ ആരെങ്കിലും ഉപദ്രവിക്കാൻ, അല്ലെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഉപകാരം ചെയ്തു കൊടുക്കാൻ ആ ജിന്നിനോടുള്ള സഹായതേട്ടം. ഒന്നുകിൽ പുഴയെന്ന് രക്ഷിക്കാൻ, അല്ലെങ്കിലോ ഇതാ എന്നെ തല്ലാൻ വരുന്നവൻ, അവനെ ഒന്ന് ഉപദ്രവിക്കണേ എന്ന് ജിന്നിനോട് പറയാൻ. ഇങ്ങനെ എന്തിനുള്ള സഹായതേട്ടമായാലും ശിർകുൻ ഫിൽ ഇബാദ, അത് ആരാധനയിലുള്ള പങ്കു ചേർക്കലാകുന്നു. لأنه نوع من الاستمتاع بالجني لأنه نوع من الاستمتاع بالجني بإجابته سؤاله وقضائه هوائجه في نظير استمتاع الجني بتعليم الإنس له ولجوه إليه واستعانته به في تحقيق رغبته.
ഇത് ജിന്നിനോടുള്ള ഇസ്തിംതാഇന്റെ ഒരു ഇനമാകുന്നു. ജിന്നിനോടുള്ള എല്ലാ ഇസ്തിംതാവും അല്ല, ജിന്നിനോടുള്ള ഇസ്തിംതായിലെ ഒരു ഇനമാകുന്നു ജിന്നിനോടുള്ള ഈ സഹായതട്ടം. എന്തെങ്കിലും ഒരു ഉപകാരം കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഉപദ്രവം മറ്റാർക്കെങ്കിലും ചെയ്യാൻ വേണ്ടി ജിന്നിനോട് സഹായം തേടിയാൽ അത് ജിന്നിനോടുള്ള ഇസ്തിംതായിൽപ്പെട്ട ഇസ്തിആനത്താകുന്നു. ആ ഇസ്തിആനത്ത് ശിർക്കാകുന്നു. എന്താ തെളിവ്? ഈ ആയത്ത് അവിടെ തെളിവ് ധരിച്ചു. ഞാൻ എഴുതിയതല്ല, ഫൈസൽ എഴുതിയതല്ല, സൗദി അറേബ്യയിലെ പണ്ഡിത സഭയുടെ ഫത്വയിൽ നിന്ന് ഉദ്ധരിച്ചതാ. എന്തിന്? ജിന്നിനോടുള്ള ഇസ്തിംതായിൽപ്പെട്ട ഈ ഇസ്തിആനത്ത് അത് ശിർക്കാണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് അവിടെ ആ ആയത്ത് തെളിവ് ഉദ്ധരിച്ചത്. ഇനിയോ ഈ പ്രബന്ധത്തിന്റെ 6-ാമത്തെ പേജിൽ എന്താ ചോദ്യം? അൽ ഇസ്തിആനത്തു ബിൽ ജാന്നി ഫീ മഅരിഫത്തിൽ ഐനി അവ സിഹർ. കണ്ണേറിനെ കുറിച്ച് അതല്ലെങ്കിൽ സിഹിറിനെ കുറിച്ച് ഒക്കെ അറിയാൻ വേണ്ടി ജിന്നിനോട് സഹായം തേടൽ. അതേപോലെ തന്നെ ജിന്ന് ബാധിതനിലുള്ള ജിന്നിനോട് സഹായം തേടൽ, ഇതിനെ കുറിച്ചാണ് ചോദ്യം. മറുപടി എന്താ? ലാ തജൂസുൽ ഇസ്തിആനത്തു ബിൽ ജിന്നി. ജിന്നിനോട് സഹായം തേടൽ അനുവദനീയമല്ല. ഫീ മഅരിഫത്തിന വൽ ഇസാബത്തി, രോഗത്തിന്റെ ഇനമറിയാൻ, അല്ലെങ്കിൽ അതിനെ ചികിത്സിക്കുന്നതിന്റെ രൂപമറിയാൻ. കാരണം ജിന്നിനോടുള്ള സഹായതട്ടം ശിർക്കാണ്. എന്ന സൂറത്തുൽ ജിന്നിലെ 6-ാമത്തെ ആയത്ത്. പിന്നെയോ എന്ന സൂറത്തു അൻആമിലെ 128-ാമത്തെ ആയത്ത്. ഈ രണ്ടിടത്തായി ഈ ആയത്ത് തെളിവ് ധരിച്ചത്. രണ്ടിടത്തും എന്തിനാ തെളിവ് ധരിച്ചത്? ശിർക്കാണ് എന്നതിനാ. എന്താ ഈ സഹായതട്ടം? ഭൗതിക സഹായതട്ട അല്ലേ? ഇപ്പോ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, റോഡ് സൈഡിൽ ഒരാൾ കുഴഞ്ഞു പോയി. നമ്മളിങ്ങനെ പോകുമ്പോ ഒരാൾ റോഡ് സൈഡിൽ വീണ് കിടക്കുകയാണ്. നമ്മൾ അയാളെ എടുത്ത് ആ കാറ് കയറ്റി ആസ്പത്രി കൊണ്ടുപോയി. അവിടെയുള്ള ഡോക്ടർ നമ്മളോട് ചോദിക്കുക, എങ്ങനെ ഇയാൾ വീണത്? വണ്ടി തട്ടിയിട്ട് വീണതാണോ അതല്ല തളർന്നു വീണതാണോ എന്നൊക്കെ പെട്ടെന്ന് ഡോക്ടർ ചോദിക്കുക. നമ്മൾ പറയും അറിയില്ല. അപ്പോ ആ ഇക്കൂട്ടത്തിൽപ്പെട്ട ഡോക്ടറാണെങ്കിൽ മൂപ്പരാലോചിക്കുക, ഇയാളുടെ കൂടെ കരീനുണ്ടാവുമല്ലോ, ജിന്നുണ്ടാവുമല്ലോ. അപ്പൊ നമ്മളൊരു കരീനുണ്ടല്ലോ, അല്ലെങ്കിൽ ആ ജിന്നിനോട് ചോദിക്കാം, അല്ല ജിന്നെ എങ്ങനെ ഇയാള് വീണത്? ഒരു ഭൗതിക ചോദ്യല്ലേ? ഇയാൾ ഒപ്പമുള്ള ജിന്നല്ലേ, ആ ജിന്ന് എന്തായാലും അറിഞ്ഞിട്ടുണ്ടാവല്ലോ ഇയാള് വീണത് എന്ന് വിചാരിച്ച് ഈ ജിന്നിനോട് ചോദിച്ചാൽ അത് ശിർക്കാണ്. അത് ഭൗതിക കാര്യമാണ്. ഉള്ള ജിന്നിനോടാണ്, കേൾക്കുന്ന ജിന്നിനോടാണ്, കാണുന്ന ജിന്നിനോടാണ്, അറിഞ്ഞ ജിന്നിനോടാണ് എന്ന് പറഞ്ഞാൽ അത് ശിർക്കാവില്ല. എന്താ തെളിവ്? വിശുദ്ധ ഖുർആനിലെ ഈ ആയത്താ തെളിവ്. ശിർക്കിന് ഈ ആയത്ത് തെളിവ് ധരിച്ചു പണ്ഡിതന്മാർ. ആ ആയത്താണ് ശിർക്കല്ല എന്നതിന് ഈ മുസ്ലിയാർ തെളിവ് ധരിച്ചത്. എന്നിട്ടോ അത് ഞങ്ങളുടെ പ്രബന്ധത്തിലുണ്ട് എന്ന പച്ച നുണയും തട്ടിവിടുന്നു.